ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓച്ചിറ അമ്പലത്തിലാണ്. ഓച്ചിറ അമ്പലത്തിൽ വൃശ്ചികമാസമാണ്. അതാണ് നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുത്ത് ഈ തൊട്ടിലാട്ടവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്. ഇതൊരു ഓച്ചിറ അമ്പലം എന്ന് പറയുന്നത് പരബ്രഹ്മസ്വാമി ക്ഷേത്രമാണ്. വിശാലമായ മൈതാനത്ത് ഇഷ്ടം പോലെ കടകളും ജനത്തിരക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ കസിൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. നിങ്ങളെയും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതെല്ലാം ഒന്ന് കാണിക്കാം. ഇതെൻ്റെ കസിനാണ്. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഈ കാണുന്ന എല്ലാം 10 രൂപ 100 രൂപ കടകൾ, പൊരി ബജി കടകൾ, കളിപ്പാട്ടങ്ങൾ. അപ്പം നമ്മുടെ മീനാക്ഷി മോൾക്ക് വേണ്ടി ഒരു കളിപ്പാട്ടം നോക്കാനായിട്ട് മീനും പിന്നെ കസിനും കൂടെ നോക്കി. ഇതിന് 100 രൂപയാണ് വില പറയുന്നത്. 50 രൂപയ്ക്ക് കിട്ടുമോ എന്നുള്ള അറിയാനായിട്ടുള്ള വിലപേശലാണ് ഇവിടെ നടക്കുന്നത്. കിട്ടിയില്ല. അതുകൊണ്ട് അത് തന്നെ അവിടെ വച്ചിട്ട് നമ്മൾ അടുത്ത കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നിരത്തിട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ കസിന് കമ്മൽ നോക്കാനായിട്ട് ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഈ ലൈറ്റ് കാണുന്ന ആ ഒരു സ്ട്രക്ചറിൽ തന്നെ ഒരു 6 കട ഇതിനോട് ചേർന്ന് നിൽപ്പുണ്ട്, ഈ കമ്മലിന് വേണ്ടി മാത്രം. അപ്പോൾ ഞാനിവിടെ പോസ്റ്റാണ്, അതുകൊണ്ട് നിങ്ങളെ എല്ലാം ഒന്ന് ചുറ്റിക്കാണിക്കാൻ ഞാൻ. ഇത്രയും വിശാലമായ ഈ മൈതാനത്താണ് ഈ കച്ചവടം നടക്കുന്നത്. നിങ്ങൾക്കും ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ? അതിനുശേഷം നമ്മളിവിടെ കൊട്ടും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അതൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതും നിങ്ങളതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം പിന്നെ ഇങ്ങനെ മാല, വള, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. ഇതുപോലുള്ള മാലകൾ ഞാൻ ഇടാറില്ല. അലർജി കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതുപോലുള്ള മുത്തുമാലകളൊക്കെ ഇടാകുമ്പോൾ ചില ആൾക്കാർക്ക് 10, 20, 30, 40 രൂപയ്ക്ക് കമ്മൽ കിട്ടും എന്ന് പറഞ്ഞ് ഒരു ബോർഡ് കണ്ടപ്പോൾ ആ ബോർഡിന് പിന്നാലെ എൻ്റെ കസിൻ വീണ്ടും യാത്ര തിരിച്ചു. അപ്പോൾ അത് ഒരു വലിയ കടയാണ്. അപ്പോൾ അതുപോലെ തന്നെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് അത്രയും മനോഹരമാണ്. അതുകൊണ്ട് തന്നെ അത് കാണാൻ നല്ലൊരു അട്രാക്ഷനാണ് പുറത്തുനിന്ന് പോലും. ഇത് പാവയുടെ സെക്ഷനാണ്. ഇതിന് അവർ 200 റുപ്പീസാണ് ചാർജ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ചീപ്പിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ കുട്ടി ചീപ്പ് എടുത്തു. മാജിക്കിൻ്റെ ചീപ്പാണ്. 10 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടൊരു 10 രൂപയുടെ ചീപ്പ് വാങ്ങി. അപ്പോൾ ഇതിന് ശേഷം പിന്നെ മർമ്മ ചികിത്സ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമി അവിടെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കണ്ടു. അവിടെ കുറെ പച്ചമരുന്ന് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളി കച്ചവടം ചെയ്യുന്നുണ്ട്. അതുകൂടെ ഭയങ്കര ആള് ആ പുള്ളിയുടെ വർത്തമാനം കേട്ടിട്ടാണ്. ഇതിനെല്ലാം ശേഷം പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആണല്ലോ ഫുഡ്. അപ്പോൾ സ്റ്റീമിലുണ്ടാക്കിയ ചില പച്ചക്കറിയും കാര്യങ്ങളൊക്കെ, പലവാരി പച്ചക്കറീസ് അരിഞ്ഞിട്ട ഒരു ഫുഡാണ് ഇപ്പോൾ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. പുള്ളി അതിൻ്റെ പുറത്ത് സോസും കാര്യങ്ങളൊക്കെ ഒടിച്ച് നമുക്ക് തരികയാണ്. ഇതുപോലുള്ള സ്ട്രീറ്റ് ഫുഡ്സ് ആണ് നമ്മുടെ വൃശ്ചികമാസത്തിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ വരുന്നത് ഇവിടെ കുടിലുകളുണ്ട് കേട്ടോ. 12 ദിവസം ഇവിടെ കുടില് കെട്ടി ഭജന വരുന്ന പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അതും ഒരു വലിയ ഹൈലൈറ്റിംഗ് ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളതാണ്. പക്ഷെ കുടിലുകൾ കവർ ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ അത് മാത്രമല്ല, നക്ഷത്ര വനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഓരോ സ്റ്റാറിന് ഓരോരോ ചെടി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒരു കോമ്പൗണ്ട് ഏരിയയിൽ നിർത്തി അവിടെ ഇരിക്കാനും നടക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ നോക്കിയ സമയത്ത് ഒരു മാഗി പോലെ ഒരു നൂഡിൽസ് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നൂഡിൽസ് നമ്മൾ കഴിക്കാറില്ല പൊതുവെ. നമ്മൾക്കല്ല ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത്, വേറൊരാൾക്ക് വേണ്ടി ചെയ്തപ്പോൾ എനിക്ക് കൗതുകം തോന്നി ഒരു നൂഡിൽസിൻ്റെ വീഡിയോ ആയിട്ട് എടുത്തതാണ്, നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ കഴിച്ചതെന്ന് പറഞ്ഞാൽ മോമോസ് ആണ്. നമ്മുടെ മോമോസ് അപ്പുറത്ത് റെഡി ആകുന്നതേ ഉള്ളൂ. അപ്പം അതുവരെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ സാധാരണ മാഗി ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള നൂഡിൽസിൻ്റെ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു നൂഡിൽസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇത് വളരെ വലിയ ഹൈജീനിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരെ ഹൈജീനിക് ആയിട്ടുള്ള സാധനമല്ല. എന്നാലും നമുക്ക് കഴിക്കണമെന്നൊരു കൊതി തോന്നുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ഇത് കഴിക്കുന്നത്.
നമ്മുടെ മോമോസ് കാര്യങ്ങൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മോമോസ് എടുക്കാനായിട്ട് പുള്ളി ജസ്റ്റ് ആ പാത്രം നീക്കി നമ്മുടെ മോമോസ് ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. മോമോസ് ഓരോന്നോരോന്നായിട്ട് പുള്ളി ഒരു ചെറിയ ടൂള് കൊണ്ട് എടുത്തിട്ട് അത് നല്ല ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തു. കുറച്ച് സോസും കാര്യങ്ങളും ഒക്കെ ഒഴിച്ച് നമുക്ക് നല്ല ഭംഗിയായിട്ടാണ് അത് സെർവ് ചെയ്തത്. മോമോസ് അത്യാവശ്യം നല്ല മോമോസ് ആയിരുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുള്ളിയെ ഓച്ചറമ്പത്തിൽ പോവുകയാണെങ്കിൽ പുള്ളിയെ കാണുവാണെങ്കിൽ അവിടെ നിന്നൊരു മോമോസ് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല മോമോസാണ്. 4 പേർക്കും ഓരോരോ പീസ് കഴിക്കാനുള്ള ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള മോമോസാണ്. ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ചെടികളുടെ ഒരു നഴ്സറിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചെടിയൊക്കെ വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുന്ന് തൈയൊക്കെ വാങ്ങാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വന്ന കട ഇതാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പുറത്തു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ മനോഹരമായ ചെടികളെ കണ്ടില്ല, പ്ലാസ്റ്റിക് ചെടികളാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഓട്ടം തുള്ളൽ കാണാൻ പോയി. എൻ്റെ കസിന് കാണാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കാണാൻ പോയത്. ഓട്ടം തുള്ളൽ ഒക്കെ താല്പര്യമുള്ള ആളുകൾക്ക് കണ്ടാൽ മാത്രമേ അത്ര രസകരമായി തോന്നുള്ളൂ. കുറെ ആൾക്കാർ അവിടെ നിന്ന് കാണുന്നുണ്ട്. കുറച്ചു നേരം ഞങ്ങളും അവിടെ നിന്ന് കണ്ടു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ശേഷം പിന്നെ ബജിക്കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് കുറച്ച് ഈ ബജിക്കടയിൽ നമ്മൾ കയറി ഒരു ബജി വാങ്ങി കഴിച്ചു. നല്ല അടിപൊളി ബജി ആയിരുന്നു. അതിനുശേഷം ഉള്ളിവട വാങ്ങി അതും നല്ല ഇതാണ്. ചൂട് കാരണം നമുക്ക് കടിച്ചിട്ട് അത്ര നല്ല സുഖമായിട്ട് ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ വിശാലമായ സ്കൈയുടെ ഐസ്ക്രീം കട കാണാം. ഇവിടെ ഒരുപാട് ഫ്ലേവറുള്ള ഐസ്ക്രീംസ് ലഭ്യമാണ്. ഞാൻ ഇതിനകത്തുനിന്ന് വാനിലയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്താണെന്ന് വെച്ച് കമൻറ്റ് ചെയ്യാം. നമ്മൾ സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ എന്താ പറയുക, കരിക്ക് ഐസ്ക്രീം, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് അതിനകത്ത് ചില വെറൈറ്റീസാണ് നമ്മൾ കഴിച്ചത്. നിങ്ങൾക്ക് ഏത് ഐസ്ക്രീമാണ്, ഏത് ഫ്ലേവറാണ്, കോൺ ഐസ്ക്രീമാണോ അല്ലെങ്കിൽ അല്ലാത്ത ഏത് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് കമ്പയർ ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ഇതുള്ള കോൺ ഐസ്ക്രീംസ് ആണ് കൂടുതൽ താല്പര്യം. അതിനകത്ത് എനിക്ക് പിസ്തയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അല്ലാതെ വേറൊരു ഫ്ലേവർ ഞങ്ങൾ കഴിച്ചു. അതിൻ്റെ പേര് വരുന്നത് ഫിഗ് ആൻഡ് ഹണി എന്ന് പറഞ്ഞാണ്. അതും അടിപൊളി ഫ്ലേവറാണ്. നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്യേണ്ട ഒരു ഫ്ലേവറാണ് ഫിഗ് ആൻഡ് ഹണി. നിങ്ങൾക്ക് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കസിൻസിനും ഇഷ്ടപ്പെട്ടു, അനിയനും എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി അടുത്തൊരു വ്ലോഗിൽ കാണുന്നവരെ ബൈ ബൈ, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അതോടൊപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ്. ബൈ ബൈ.